അസ്സലാമു നമസ്കാരം. NF3 മീഡിയ എന്ന എൻ്റെ കൊച്ചു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നോമ്പ് തുറക്കാനുള്ള പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സമൂസ ഫില്ലിങ്ങിലേക്ക് പൊട്ടാറ്റോ വേവിച്ചുടച്ച് കടലമാവിൽ മുക്കി പൊരിച്ചിട്ടുണ്ട്. പഴം നിറച്ച് ബ്രെഡ് വാട്ടി സിമ്പിൾ സ്നാക്സ് റെഡിയാക്കി. എല്ലാം കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. ഇത്രയുമായി ഇനി കണ്ണ് വെച്ച പത്തിരിയും ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. എൻ്റെ മക്കൾ ഒരു ആഗ്രഹം പറഞ്ഞു കേട്ടോ, തത്സമയം നമുക്കിന്ന് ബീച്ചിൽ പോയാലോ എന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ നോമ്പ് തുറക്കാനുള്ളതൊക്കെ റെഡിയാക്കിയില്ലേ, ഇനി പത്തിരി ഉണ്ടാക്കാനേ ഉള്ളൂ, പോണോ? മക്കൾ യെസ്. പിന്നെ ഒന്നും നോക്കിയില്ല, ഉണ്ടാക്കി വെച്ച സാധനങ്ങളും പായമെടുത്ത് ഒരു പോക്ക്. അതിനു മുമ്പ് മോന് ഫ്രൂട്ട് കട്ട് ചെയ്ത് പാത്രത്തിലാക്കി ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ റൂഹബ്സ് വെച്ച് വെള്ളം കലക്കിയിട്ടുണ്ട്. ഇക്ക കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. നോമ്പ് വന്നിട്ട് ഫസ്റ്റ് ടൈം ഇന്ന് എനിക്ക് ഇക്ക പത്തിരി ചുട്ട് തന്നിട്ടോ. ഞാൻ പത്തി കൊടുത്ത് ഇക്ക ചുട്ട്. ഇറ്റ്സ് മൈ ഹാപ്പി മൊമെൻറ്റ്. ഇക്ക വൈകിട്ട് ഒരുപാട് ലേറ്റായിട്ടാണ് വരാറ്. അതുകൊണ്ടാണ് ഇവിടെ ഉണ്ടെങ്കിൽ ഇക്കയും മക്കളൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം റെഡിയാക്കി 5:45 ഞങ്ങൾ ബീച്ചിലേക്ക് പോയി. 6:28 അവിടെ എത്തി. പായ ഉരിച്ച് കൊണ്ടുവന്നതൊക്കെ എടുത്ത് വെച്ച് ബാങ്കിനായിട്ട് നമ്മൾ റെഡി ആയിട്ടിരുന്നു കേട്ടോ. അപ്പോഴാണ് ഓർത്തത് കറി വിളമ്പാനുള്ള സ്പൂണ് പിന്നെ കട്ട് ചെയ്ത ഫ്രൂട്ട്സും എടുത്തിട്ടില്ല. ഇത് രണ്ടും നമ്മൾ തിരക്കിൽ മറന്നുപോയി. കുഴപ്പമില്ല, ഡിസ്പോസിബിൾ ഗ്ലാസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, കറി എടുത്തു അഡ്ജസ്റ്റ് ചെയ്ത്. പിന്നെ ഫ്രൂട്ട് നമുക്ക് വീട്ടിൽ പോയിട്ട് കഴിക്കാം, അതവിടെ നിൽക്കട്ടെ. കാരക്കയും വെള്ളവും ഒക്കെ വെച്ച് നോമ്പ് തുറന്നിട്ടാണ്. അവിടെ അടുത്തുള്ള പള്ളിയിൽ പോയി നമസ്കാരവും കഴിഞ്ഞ് അതിന് ശേഷം ഞങ്ങൾ തിരിച്ച് കടലിനടുത്തായിട്ട് പായ വിരിച്ച് കുറച്ച് നേരം ഞങ്ങളവിടെ റെസ്റ്റ് ചെയ്തു. മക്കൾ അവിടെ കുറച്ച് നേരം കളിച്ചു. കള്ളി പിന്നെ ഇഷാ ബാങ്കായപ്പോൾ ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്കും പോന്നു. പോരുന്നതിന് മുമ്പായിട്ട് ഒരു ഐശ്വര്യതയും കഴിച്ചിട്ടുണ്ടായിരുന്നു. തറാവീനും പോകാൻ പറ്റി. ബീച്ചിലെ ഞങ്ങളുടെ കുഞ്ഞു നോമ്പുതറ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.